ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോട്ടി നിറ്റേഴ്സ്. ഇറ്റ്സ് മീ അൻഷ. ഇന്നൊരു സൺഡേ വ്ളോഗാണ്. കുറേ ആയില്ലേ നിങ്ങൾ എൻ്റെ സൺഡേ വർക്ക് വ്ളോഗ് കണ്ടിട്ട്. അപ്പോൾ ഇന്നൊരു വർക്ക് വ്ളോഗ് കാണാം. രാവിലെ ഒരു 7:45 ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മോർണിംഗ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഉറങ്ങി എണീറ്റതിന് ശേഷമാണ് കേട്ടോ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിന്ന് 2 വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഒന്ന് ഇന്ന് കൊടുക്കേണ്ടതും ഒന്ന് നാളെ കൊടുക്കേണ്ടതുമാണ്. അപ്പോൾ ആദ്യത്തേത് വന്നിട്ട് നമുക്കൊരു കേക്ക് ടോപ്പർ സെറ്റ് ചെയ്യണം. കേക്ക് വെച്ചിട്ടുള്ളൊരു ഹാമ്പറാണ്. അപ്പോൾ ഗോൾഡൻ മിറർ കാർഡ് സ്റ്റോക്ക് വെച്ചിട്ട് ഞാനിത് ആ കേക്ക് ടോപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളൊരു ടോപ്പറാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ മാറ്റൊന്ന് വിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. മാറ്റൊന്ന് ജസ്റ്റ് ഒടിച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റിക്കർ പുറത്തേക്ക് വന്നോളും. ഇനി നമുക്കിതൊന്ന് ടോപ്പറാക്കണം. അതിന് വേണ്ടിയിട്ട് ഫെവിക്വിക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉണക്കാൻ വെക്കാം. അപ്പോൾ കുറച്ച് സമയം അവിടെ ഒന്ന് വെക്കണം, എന്നാലേ അത് ഒട്ടി നിൽക്കത്തുള്ളൂ. അപ്പോൾ ഞാനത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിനൈൽ സ്റ്റിക്കർ കട്ട് ചെയ്തെടുക്കാം ബോക്സിൻ്റെ മേലെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ബ്ലാക്കും റെഡും തീമിലായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വിനൈൽ സ്റ്റിക്കർ കട്ട് ചെയ്തെടുക്കുമായിരുന്നു. എന്താണ് സ്റ്റിക്ക് ചെയ്യേണ്ടതെന്നൊക്കെ കസ്റ്റമർ എനിക്ക് റെഫറൽ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു കേക്ക് ബോക്സിലാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ലവ് എന്ന് ബ്ലാക്കിൽ എഴുതിയിട്ടും പിന്നെ ഒരു ഹാർട്ട് ഷേപ്പ് റെഡിൽ കൊടുക്കാനായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലവ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ തൊട്ടടുത്തതിനായിട്ട് റെഡ് ഹാർട്ട് കൂടി നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ അകത്ത് ഒരു കസ്റ്റമൈസ്ഡ് ബെൻഡോ കേക്കാണ് കേട്ടോ. ഈ ഒരു തീമും കസ്റ്റമർ അയച്ചു തന്നത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ബെൻഡോ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്ലവേഴ്സ് അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ടോപ്പർ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു സിമ്പിൾ കാർഡ് പോലെ വിഷസ് പോലെ എഴുതണമല്ലോ. അപ്പോൾ അതും ഞാനിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റിക്കിൽ ഫെവിക്വിക്ക് ആക്കിയിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളുടെ ഹാമ്പർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു റിബൺ ടൈ ചെയ്യണം. ഇതൊക്കെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ ഓർഡർ എനിക്ക് എളുപ്പമായിരുന്നു. എല്ലാ കാര്യങ്ങളും കസ്റ്റമർ ഓരോന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്കൊരു ബാഗ് കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. വൈഫ് ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട്. ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതൊന്ന് കൊടുത്താൽ മതി. അവർ തന്നെ നൈറ്റ് കൊടുക്കുന്ന, ഹസ്ബൻഡിന് ഡയറക്റ്റ് കൊടുക്കുന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പെട്ടെന്നൊരു കേക്ക് ടോപ്പറിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ആ ബാഗ്. പിന്നെ ഈ ഒരു ഹാമ്പർ. ബാഗിൽ അവർ തന്നെ ഷർട്ടൊക്കെ വെച്ചോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹാമ്പർ ഫോട്ടോസും വീഡിയോസും എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ സ്ഥലം സെറ്റ് ചെയ്തിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കെന്തോ നല്ല ഇഷ്ടമായി. ഇതുപോലുള്ള വർക്ക് നിങ്ങൾക്കും ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID-യിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. അടുത്തത് നമുക്കൊരു ഷർട്ട് ഹാമ്പറാണ്. അപ്പോൾ അതുകൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു കേക്ക് ടോപ്പറിൻ്റെ ഓർഡർ. അപ്പോൾ ആളത് കളക്ട് ചെയ്യാൻ വരുമ്പോഴേക്കും ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷർട്ട് ഹാമ്പർ കൊണ്ടുപോയി കൊടുക്കണം. ഡയറക്റ്റ് ഡെലിവറി ആയിരുന്നു. ദുബായ് ഹാർബറിലാണ് നമ്മളിത് കൊണ്ടുപോയി കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു മിനി കേക്ക് കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെ രണ്ടും സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ഡെലിവറി ചെയ്യുകയാണ്. ദുബായ് ഹാർബറാണ് ലൊക്കേഷൻ. നമ്മൾ ഇവിടുന്ന് ഒരു 40-45 മിനിറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടത്തേക്ക് പോവാണ്. എല്ലാ ഓർഡേഴ്സും ഞാൻ പോയിട്ട് ഡെലിവറി ചെയ്യാറില്ല. പൊതുവേ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഈ 3 ദിവസങ്ങളിൽ എനിക്ക് ഓർഡർ കിട്ടുകയാണെങ്കിൽ, അതും ദുബായ് അല്ലെങ്കിൽ ഷാർജ കുറച്ച് അടുത്തുള്ള സ്ഥലങ്ങളിലാണെങ്കിലാണ് ഞാൻ ഡയറക്റ്റ് പോയിട്ട് ഡെലിവറി ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ത്രൂ കൊറിയർ ആയിരിക്കും ഡെലിവറി ചെയ്യുന്നത്. ആളുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ആൾക്ക് ഡയറക്റ്റ് പോയിട്ട് കൊടുക്കുകയാണ്. ആൾ ഭയങ്കര ഹാപ്പിയായി. ആനിവേഴ്സറി ആണ് കേട്ടോ ആളുടെ. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി സൺഡേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു. ഇവിടെ ഒരു ഹാർബർ ഉണ്ടല്ലോ, ദുബായ് മറീന, അതായിരുന്നു. അവർ ഞങ്ങൾക്ക് 2 വെള്ളമൊക്കെ തന്നു കേട്ടോ. നല്ല കസ്റ്റമേഴ്സായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കൊടുത്തിട്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.